സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സിപിഎം സംസ്ഥാന കമ്മിറ്റി ഈ മാസം 31-ാം തീയതി ചേരും. കമ്മിറ്റിയിൽ എന്തെല്ലാം ചർച്ചകളും നടപടികളുമാണ് ഉണ്ടാവുക എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിസന്ധികൾ സിപിഎമ്മിന് നേരിടേണ്ടി വന്നിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് സംഭവിച്ച ഇ.പി. ജയരാജൻ വിവാദം മുതൽ പിന്നീട് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ സിപിഎം സ്വീകരിക്കുന്ന നിലപാടും ഏറെ പ്രധാനമാണ്. തുടക്കം ഇ.പിയിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ സിപിഎമ്മിന്റെ തീരുമാനം വലിയ ആകാംക്ഷയും നൽകുന്നുണ്ട്. 24-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു തലേന്ന് ചേരുന്ന സംസ്ഥാന കമ്മിറ്റി ബി.ജെ.പി. നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെ നടപടിയെടുക്കുമോ എന്നത് കേരളത്തിലെ സിപിഎമ്മിന്റെ നിലപാടിന്റെയും നിലനിൽപ്പിന്റെയും പ്രശ്നമായി വരും. പ്രത്യേകിച്ചും ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമെല്ലാം അടുത്തു നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി.ജെ.പി. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത് ഗൗരവകരമായ പ്രശ്നമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞിരുന്നു. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേരുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ ബി.ജെ.പി. ദേശീയ നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച ഇത്തവണത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ചയാകുമെന്നാണ് കരുതപ്പെടുന്നത്. മുന്നണിയുടെ രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായി ബി.ജെ.പി. നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ ഇ.പി. ജയരാജന്റെ നടപടിയെ സി.പി.ഐ രൂക്ഷമായി വിമർശിച്ചിരുന്നു. എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്തിരിക്കുന്ന ജയരാജൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണത് എന്നായിരുന്നു സി.പി.ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു പ്രതികരിച്ചത്. എൽ.ഡി.എഫ് കൺവീനർ എന്ന നിലയിൽ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണിയുടെ നേതാവ് എന്ന നിലയിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയാണ് ജയരാജന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് ഒരിക്കലും അംഗീകരിക്കാനാകില്ല. മുന്നണിയുടെ നയത്തിന് വിരുദ്ധമായി ബി.ജെ.പി. നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ജയരാജന് എതിരെ നടപടി വേണോ എന്ന് തീരുമാനിക്കേണ്ടത് സി.പി.എം ആണെന്നും പ്രകാശ് ബാബു അന്ന് പ്രതികരിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിൽ ബി.ജെ.പി. അണിനിരത്തിയ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന ഇ.പി. ജയരാജന്റെ പ്രതികരണവും വിവാദമായിരുന്നു. അതിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ സി.പി.ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം രംഗത്തെത്തിയിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ച ചർച്ച ചെയ്യാതിരിക്കാൻ സി.പി.എമ്മിന് കഴിയില്ല. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേൽപ്പിച്ച പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് വന്നാൽ വരും കാല തെരഞ്ഞെടുപ്പുകളിൽ അത് ദോഷകരമായി മാറാനുള്ള സാധ്യതയുമേറെയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായ ജയരാജനെതിരെ നടപടിയെടുക്കാൻ അദ്ദേഹത്തിന്റെ ഘടകത്തിനെ അധികാരമുള്ളൂ. എന്നാൽ എൽ.ഡി.എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് തടസ്സമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഇ.പി. ജയരാജനെ മുന്നണി കൺവീനറായി തീരുമാനിച്ചത്. ബി.ജെ.പി. നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ നേതാവിനെ മുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നത് രാഷ്ട്രീയമായും ഗുണകരമാകില്ല. അതുകൊണ്ട് തന്നെ ജയരാജനെതിരായ നടപടി കൺവീനർ സ്ഥാനത്ത് നിന്നുള്ള നീക്കം ചെയ്യലാകാനാണ് നിലവിലെ സാധ്യത. സംഘടനാ വിഷയങ്ങൾ പരിഗണിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ കെ.ടി.ഡി.സി. ചെയർമാൻ പി.കെ. ശശിക്കെതിരായ നടപടിക്കും അംഗീകാരം നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഏതാനും ദിവസം മുൻപാണ് ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച ആരോപണമായി പുറത്തുവന്നത്. ദലാൽ നന്ദകുമാറും ആലപ്പുഴയിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിലാണ് ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച വെളിപ്പെട്ടത്. ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണം വോട്ടെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ വലിയ ചർച്ചയായി. വോട്ടെടുപ്പ് ദിവസം ഇ.പി. ജയരാജൻ തന്നെ കൂടിക്കാഴ്ചയ്ക്ക് സ്ഥിരീകരണം നൽകിയതോടെ വിഷയം കത്തിപ്പടർന്നു. ഇടതുപക്ഷത്തിന്റെ ബി.ജെ.പി. വിരുദ്ധ രാഷ്ട്രീയ നയത്തിന്റെ വിശ്വാസ്യത ഇടിക്കുന്ന ജാവദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച വോട്ടെടുപ്പിൽ കാര്യമായി പ്രതിഫലിച്ചുവെന്നാണ് സി.പി.എമ്മിന്റെയും സി.പി.ഐയുടെയും മറ്റ് ഘടകകക്ഷികളുടെയും വിലയിരുത്തൽ. ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ജയരാജൻ നൽകിയ വിശദീകരണം യുക്തിസഹമോ വിശ്വാസയോഗ്യമോ അല്ല എന്ന് എൻ.സി.പി. അടക്കമുള്ള എൽ.ഡി.എഫിലെ ഘടകകക്ഷികൾ അവരവരുടെ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.